എൻ്റെ പേര് ഫാത്തിമ, ഞാൻ കൊല്ലത്തുനിന്ന് വരുന്നു. ഇതെൻ്റെ ഉമ്മയുടെ പേര് നസീമ. ഞാൻ 2022 ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നത്. അപ്പം ഞാൻ എക്സാമിൻ്റെ കാര്യങ്ങളും അതൊക്കെയാണ് അതും 6 നിയമങ്ങൾ വെച്ചിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമമായിരുന്നു. എൻ്റെ വീട്ടിൽ 2 മരങ്ങളുണ്ടായിരുന്നു. അത് ഭയങ്കര വലിയ, നമ്മൾ വന്ന സമയം തൊട്ടേ ഉള്ളതാണ്. അത് വസ്തു ഉള്ള സമയത്തും ആൾക്കാർ അത് മുറിക്കാൻ വേണ്ടിയിട്ടൊക്കെ നോക്കിയിട്ട് അന്നും പറ്റിയിട്ടില്ലായിരുന്നു. നമ്മൾ വന്ന് കുറേ നാളായപ്പോഴത്തേക്ക് ഇത് ഭയങ്കരമായിട്ട് വലുതായി. ലൈൻ കമ്പിയിലും എല്ലാം കിടക്കുന്നത്. പിന്നെ ആൾക്കാരുടെ ഭയങ്കര കരിയില വീഴുന്നു. അങ്ങനെയാണ് കാറ്റ് വന്നിരുന്ന നമ്മളെ വീട്ടിലോട്ട് വന്ന് വീഴും. അങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് അയൽക്കാരുടെ വഴക്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അത് നമ്മൾ ഒരുപാട് മരം വെട്ടുകാരുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞത് കണക്ക് വന്ന് നോക്കൂ ഇതണക്കെന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് പേര് വന്ന് വന്നിട്ട് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ മരം മുറിക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ ഷെയ്ഡും പൊട്ടിപ്പോവും, അല്ലെങ്കിൽ ഈ മതിലിന് എന്തെങ്കിലും പറ്റും, അല്ലെങ്കിൽ അയൽക്കാരുടെ വീട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ അപകടങ്ങളുണ്ടാവും. അതുകൊണ്ട് ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല, ഭയങ്കര റിസ്ക്കുള്ള പരിപാടിയാണെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ പോട്ടെന്ന് പറഞ്ഞു നിന്ന്. അതിന് ശേഷം വീണ്ടും നമ്മളെ മാമയൊക്കെ ഒരുപാട് പേര് ആൾക്കാരെ കൊണ്ടുവന്നു. അവരിങ്ങനെ വന്നിട്ട് പറയും ഇത് ഭയങ്കര റിസ്ക്കുള്ള പരിപാടിയാണ്, ഞങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും അപകടമൊന്നും പറ്റത്തില്ല, ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ മുറിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും അപകടമൊക്കെ പറ്റിയാൽ നിങ്ങൾ സഹിച്ചോണം, അങ്ങനെ രീതിയിലൊക്കെ അവർ സംസാരിക്കുമായിരുന്നു. എന്നിട്ട് പറഞ്ഞ് ഇപ്പോൾ മരം മുറിക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ മതിൽ അല്ലെങ്കിൽ അപ്പുറത്തവരുടെ വീടൊക്കെ എന്തെങ്കിലുമൊക്കെ കുഴപ്പം വരും, അതിനേക്കാളും നല്ലത് അങ്ങനെ തന്നെ നിൽക്കുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. അങ്ങനെ നമുക്ക് ഭയങ്കര സങ്കടം. മഴയൊക്കെ വരുമ്പോൾ ഭയങ്കരമായിട്ട് ആടി ഒലഞ്ഞ് ഒരുമാതിരി ആവും. അങ്ങനെ നമ്മൾ എപ്പോഴും ഉടമ്പടി വന്ന സമയം തൊട്ടേ നമ്മളിങ്ങനെ പുതുക്കുന്ന സമയത്ത് വീണ്ടും ഇങ്ങനെ റീ ആയിട്ട് വെച്ചുകൊണ്ടേയിരിക്കും. ഇങ്ങനെ മാതാവേ കണക്ക് എങ്ങനെയെങ്കിലും മരങ്ങളൊന്നും മുറിച്ച് മാറ്റണേ എന്നൊക്കെയുള്ള രീതിയിൽ. 2025 ഡിസംബർ 28 ആയപ്പോഴത്തേക്ക് അപ്പുറത്ത് വീട്ടിൽ പുതിയ താമസക്കാർ വന്നു. അപ്പോൾ അവർ പറഞ്ഞ് ഇത് കണക്ക് ഈ മരം ഇങ്ങനെ നിൽക്കുന്നല്ല, മരം മുറിക്കാൻ നിങ്ങൾ നോക്കുന്നില്ലേന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ പറഞ്ഞു ഇത് കണക്ക് ഒരുപാട് പേര് വന്ന്, പക്ഷെ നമ്മളെ കൊണ്ടൊന്നും പറ്റുന്നില്ല, അവരൊക്കെ ഇങ്ങനെ പറയുന്നത് കണക്ക് ഭയങ്കര അപകടങ്ങളുണ്ടാവും. പിന്നെ അവർ വരുന്നവരെല്ലാം ചോദിക്കുന്ന 20,000 രൂപ അല്ലെങ്കിൽ 18,000 രൂപയൊക്കെ കൊടുത്താലേ ഇത് മരം മുറിച്ച് മാറ്റത്തോളൂ. എന്നാലും അവരൊരു ഇത് പറയുന്നില്ല, ഒരു അപകടം കൂടാതെ ഒന്നും ഞങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുന്നുള്ള രീതിയിലൊന്നും അവർ പറയുന്നില്ല. എന്നിട്ടും അങ്ങനെയൊക്കെ പറയുന്നത് ഇങ്ങനെ നമ്മൾ അവരുടെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ആ കാക്ക പറഞ്ഞ് എൻ്റെ കയ്യിലൊരാളുണ്ട്, ഞാൻ അവരുടെ അടുത്ത് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ പിറ്റേന്ന് വന്ന് അവർ ഞങ്ങളുടെ ഇങ്ങനെ വന്നിട്ട് പറഞ്ഞ് ഞങ്ങൾ നാളെ വന്ന് ഞങ്ങൾ മുറിക്കും എന്നിങ്ങനെ പറഞ്ഞു. പൈസയോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ അടുത്ത് ചോദിച്ചില്ല. എന്നിട്ട് ഞാനത് പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞ് ഇത് കണക്ക് കുറേ പേര് വന്ന് നോക്കിയിട്ട് പോയതാ, അവരൊക്കെ ഇങ്ങനെ പറഞ്ഞു ഭയങ്കരമായിട്ട് അപകടങ്ങളുണ്ടാവും, മതിലിടിഞ്ഞ് വീഴും, നമ്മളെ വീട് ഇടിഞ്ഞു വീഴും എന്നൊക്കെയാണ് പറഞ്ഞത് എന്ന് പറഞ്ഞു. അതൊന്നും സാരമില്ല, ഞങ്ങൾ നല്ല പോലെ മുറിച്ച് തരും, നിങ്ങൾക്ക് നാളെ പറ്റുമോ ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഓ ശരി ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു എന്നാൽ വേഗം KCB ചെന്ന് ലൈനിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, ലൈൻ ഓഫ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്തോളാൻ പറഞ്ഞു. ഞാനും അതോടൊക്കെ കൊണ്ട് കൊടുത്തിട്ട് ഞാൻ ഉമ്മാടുത്ത് വന്നിട്ട് പറഞ്ഞു അത് നടക്കുമോ? അപ്പോൾ ഉമ്മ പറഞ്ഞു നടന്നു കഴിഞ്ഞ് നമ്മൾ എന്തായാലും നമ്മൾ സാക്ഷ്യം പറയാൻ പോകും, ഇത് മാതാവ് കൊണ്ട് തന്നെയായിരിക്കും, നമുക്കത് എന്തായാലും നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അപ്പം അവർക്ക് വേറെ എന്തോ ഇഷ്യൂ കാര്യങ്ങളായപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങൾ വന്ന് 3-ാം തീയതി ന്യൂ ഇയർ ഒക്കെ ആയപ്പോഴത്തേക്ക് അവർ പറഞ്ഞ് ന്യൂ ഇയർ ഒക്കെ കഴിയട്ടെ നമ്മൾ 3-ാം തീയതി വന്ന് മുറിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 3-ാം തീയതി രാത്രി 2-ാം തീയതി രാത്രിയൊക്കെ നമുക്ക് ഭയങ്കര പേടിയായിരുന്നു. അയ്യോ എങ്ങനെയായിരിക്കും, എന്തെങ്കിലും അപകടങ്ങൾ വരുമോ, അങ്ങനെ നമ്മളെ വീടിന് എന്തെങ്കിലും പറ്റിയാലും നാട്ടുകാർ മീൻസ് അയൽവാസിൻ്റെ കാര്യം അവരുടെ ഒന്ന് വരരുതല്ലോ എന്നുള്ള രീതിയിൽ നമ്മൾ ഭയങ്കര പേടിയായിരുന്നു. ഒന്ന് വരല്ലേ, ഇപ്പം നമ്മൾ ഇങ്ങനെ പറയായിരുന്നു നമ്മളെ അതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടായാലും കുഴപ്പമില്ല, അപ്പുറത്തും ആർക്കൊന്നും ഒന്നും വരാതിരുന്നാൽ മതിയായിരുന്നു എന്നിങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല അമ്മ പ്രാർത്ഥിക്കാം നമുക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ ഉമ്മ സായന പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇങ്ങനെ മാതാവിൻ്റെ അടുത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു, മാതാവ് ഒരു കുഴപ്പമൊന്നും ഇല്ലാതെ എല്ലാം ശരിയാക്കി തരണേന്ന്. പിറ്റേന്ന് രാവിലെ ഉറക്കം എഴുന്നേറ്റ് ഉടനെ ചെന്ന് ഉപ്പിട്ട് 2 മരത്തിൻ്റെ താഴെ ഉപ്പിട്ട് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി കുരിശ് വരച്ച് അതിന് ശേഷമാണ് ആൾക്കാർ വന്നത്. ഒരു 9 മണിയൊക്കെ ആയപ്പോഴാണ് ആൾക്കാർ വന്നത്. ആൾക്കാർ വന്ന് പെട്ടെന്ന് മേളിൽ കയറുന്നു, മരം മുറിക്കുന്നു, കൊമ്പുകൾ ഉറത്തിടുന്നു. നമ്മൾ തന്നെ ആലോചിച്ച് നോക്കി ഇതാണൊക്കെ അവർ പറഞ്ഞ ആൾക്കാരൊക്കെ അതും ഇതൊക്കെ പറഞ്ഞിട്ടും അവരൊക്കെ അത് ലൈൻ പോലെ ലോഫ് ചെയ്യാതെ തന്നെ അവർ ഓരോരുത്തരും മേളിൽ കയറുന്നു, കൊമ്പുകളെല്ലാം ഇതാക്കിയിട്ട് മറ്റേ സ്ട്രൈറ്റ് ആയിട്ട് മരം നിർത്തിയിരിക്കുക. എന്നിട്ട് പറഞ്ഞാൽ ഇനി ബാക്കി നമ്മൾ കാപ്പി പിടിച്ചിട്ട് വന്നിട്ട് മുറിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇങ്ങനെ വെളിയിൽ ചെന്നിട്ട് നോക്കാൻ നേരത്ത് മരം പകുതി മുക്കാലും മുറിച്ച് കഴിഞ്ഞ്, പിന്നെ ഇനി വലുതായിട്ട് ഇനി അവർ കെട്ടി ഇറക്കിയാൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞു പകുതിയും തീർന്നു കേട്ടോ എന്നിങ്ങനെ പറഞ്ഞു. അപ്പം പറഞ്ഞാൽ അത് എല്ലാം മാതാവിൻ്റെ കൃപയല്ലേ. ഉമ്മ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, എപ്പോഴും ഇങ്ങനെ ഒരു ആഹാരം പോലും കഴിക്കാതെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. KCBക്കാർ വന്ന് ലൈനൊക്കെ ഓഫാക്കി തന്ന് അങ്ങനെ നമ്മളെ മാവ് മൊത്തം മുറിച്ച് പകുതിയാക്കി പറങ്കാവോട്ട് മുറിക്കാനായിട്ട് പോകും അവർ. അതിന് പറങ്കാവ് മുറിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മുറിച്ചുകൊണ്ടിരിക്കുന്ന ആൾ ഇച്ചിരിയും കൂടെ വൈകിട്ടായി, ഒരു 5 മണിയോളമായി. അപ്പോൾ അവർക്ക് 6:30 ആകുമ്പോഴത്തേക്ക് ഇത് ലൈനൊക്കെ ഇടണം, അതുകൊണ്ട് നേരെ വേഗം മുറിക്കണം എന്ന് പറഞ്ഞ് KCB ആൾ വന്നു. അങ്ങനെ ഇവർ പെട്ടെന്ന് എല്ലാവരും വെപ്രാളത്തിൽ നീളം കൂട്ടി മുറിച്ച സമയത്ത് ഇയാളുടെ കയ്യിൽ നിൽക്കാതെ ഈ മരത്തിന് വലിയ കൊമ്പ് വന്നിങ്ങനെ
വന്ന് വീണത് കറങ്ങി തിരിഞ്ഞപ്പോൾ നമുക്കറിയാം അത് വന്ന് കഴിഞ്ഞാൽ നേരെ വന്ന് നമ്മൾ ഷെയ്ഡിലിടിക്കും. ഷെയ്ഡ് ഒന്നെങ്കിൽ ഇടിഞ്ഞ് മൊത്തത്തിൽ പോകും, അല്ലെങ്കിൽ ആ മരത്തിലാണ് ഇടിക്കുന്നെങ്കിൽ ആ മരത്തിലിരിക്കുന്ന ആളും താഴെ നിൽക്കുന്ന ആളുടെ ദേഹത്ത് വന്ന് വീഴും, അതിനകത്ത് ആരെങ്കിലും ഒരാൾ മരിക്കും. ആ ഒരു രീതിയിലായിരുന്നു. അതിന് ഞാൻ നോക്കാൻ നേരത്ത് ഉമ്മ ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കുമായിരുന്നു. ഈ മരം എന്നിട്ട് ആ ശിഖരം വന്ന് നേരെ വന്ന് നമ്മളെ പ്ലാവിനകത്തിൽ ആരോ കൊണ്ടുവന്ന് തട്ടിക്കുന്ന രീതിയിൽ വന്ന് എന്നിട്ട് അതിനകത്ത് ഒരുപാട് ചക്കകൾ നിൽപ്പുണ്ടായിരുന്നു. അത് വലിയ വലിയ ചക്കകൾ. അതിനകത്തുനിന്ന് ഒരു ചക്ക അത്രയും ഫോഴ്സിന് ആ മരം വന്ന് വീണേണ്ട ആ ചക്ക ആ ഒരു വലിയ ചക്ക വന്ന് നേരെ ഉമ്മ നിൽക്കുന്നതിൻ്റെ നേരെ വരുമായിരുന്നു. അങ്ങ് ദൂരെയാണ് ആ പ്ലാവ് നിൽക്കുന്നത്. ഉമ്മ ഇച്ചിരി നല്ല ദൂരെയാണ് നിൽക്കുന്നത്. അവിടുന്ന് ആ ചക്ക ഉരുണ്ട് വന്ന് ഉമ്മ നിൽക്കുന്നതിന് അടുത്തോട്ട് ഇങ്ങനെ ഉരുണ്ട് വരും. അപ്പോൾ ഉമ്മാടതിൽ ആരോ പറഞ്ഞ് മാറ്റുന്ന രീതിയിൽ ഉമ്മ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മാറിയതും അത് ജസ്റ്റ് ഉമ്മ നിന്ന് ആ ഭാഗത്ത് തന്നെ വന്ന് ചക്ക ഇടിച്ച് എന്നിട്ട് അവിടുത്തെ മതിൽ മൊത്തം പൊട്ടിപ്പോയി. അപ്പോൾ അവിടെ നിൽക്കുന്ന എല്ലാവരും പറഞ്ഞു, നിങ്ങൾക്ക് എന്തോ അനുഗ്രഹമുണ്ട്, ഇത്രയും കുഴപ്പങ്ങളൊന്നും വന്നില്ല, നിങ്ങളിപ്പോൾ മരിച്ചു പോകണ്ടായിരുന്നു, ഇപ്പോൾ ആ വലിയ ചക്ക നെഞ്ചത്ത് വീണ്ടിരുന്നെങ്കിൽ ഇപ്പോൾ എന്തോ സംഭവിച്ചാൽ മരമുറിയോ ഒന്നും നടക്കത്തില്ലായിരുന്നു, നിങ്ങളിപ്പോൾ ഇവിടെ ഒരു മരണം തന്നെ സംഭവിച്ചായിരുന്നു പറഞ്ഞാൽ അത്രയ്ക്കും വലിയ ചക്ക അത്രയ്ക്കും ഫോഴ്സിനാണ് വന്നത്. അത് വെച്ചാൽ അവിടെ നിന്ന് മതിലും മൊത്തത്തിൽ ആ റൗണ്ടിൽ അത്ര ആ ചക്കയുടെ വലുപ്പത്തിൽ തന്നെ പൊട്ടിപ്പോയി. അങ്ങനെ ആൾക്കാരെല്ലാവരും ഇങ്ങനെ പറഞ്ഞത് നിങ്ങൾക്ക് എന്തോ അനുഗ്രഹമുണ്ടോ. ഒന്നാമത് തന്നെ ഈ മരം ഇത്രയും ഇതായിട്ട് നിന്നിട്ട് പോലും നിങ്ങളെ ഇത് കണക്ക് ആൾക്കാർ വന്ന് പെട്ടെന്നത് മരം മുറിക്കുന്ന അതൊക്കെ എന്തോ ഭാഗ്യം തന്നെ നിങ്ങളെന്ന്. അതെല്ലാം നമ്മളെ മാതാവിൻ്റെ മധ്യസ്ഥ നിന്ന് കർത്താവ് ചെയ്തു തന്നെ ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. കാരണം ഇത്രയും നാൾ ഈ 14 വർഷമായിട്ട് ഇത്രയും ആൾക്കാർ വന്ന് നോക്കിയിട്ട് പോലും ഇതുവരെ അതിന് ഒന്ന് ചെയ്യാൻ ആരൊരാൾ പോസിറ്റീവ് പറഞ്ഞിട്ടില്ല. വരുന്നവരെല്ലാം 15-16 രൂപ അല്ലെങ്കിൽ 20,000 രൂപ ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങൾ മുറിക്കത്തോളം മുറിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യും ഇങ്ങനെ പോകുന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അത് ഇങ്ങനെ പൂ പറിച്ച് കളയുന്ന രീതിയിലാണ് 2 മരങ്ങൾ മുറിച്ച് തന്നത്. അത് കഴിഞ്ഞിട്ട് അയൽക്കാരെല്ലാം മുറിച്ച് കഴിഞ്ഞിട്ട് എല്ലാത്തിനും വന്ന് നോക്കിയാൽ എവിടെയെങ്കിലും വന്ന് ഇടിച്ച് വീണോ, എവിടെയെങ്കിലും എന്തെങ്കിലും പൊട്ടിപ്പോയോ, അങ്ങനെയൊക്കെയാണ് ആൾക്കാർ വന്ന് ചോദിച്ചത്. നമ്മൾ പറഞ്ഞു തറയൊന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടിയതേ ഉള്ളൂ, വേറെ ഒന്നും സംഭവിച്ചില്ല എന്ന് പറഞ്ഞു. അവരൊക്കെ ഭയങ്കര അത്ഭുതത്തോടെ പറയുന്നത്, നിങ്ങൾ മരങ്ങൾ പെട്ടെന്ന് മുറിച്ചല്ലേ, നിങ്ങൾ ഒരു മതിൽ പോലെ ഇളക്കി മാറ്റേണ്ടല്ലായിരുന്നല്ലേ, എല്ലാം റെഡിയാക്കി നിങ്ങൾക്ക് തന്നല്ലേ, നിങ്ങൾ എന്തോ അനുഗ്രഹമുള്ള ആൾക്കാരാണെന്നൊക്കെ ഇങ്ങനെ പറയും. നമ്മൾ പറഞ്ഞാൽ ഇങ്ങനെ ദൈവത്തിൻ്റെ കൃപയിൽ നമ്മളത് നടത്തിയതാ എന്നുള്ള രീതിയിൽ അത് നമ്മളിങ്ങനെ മനസ്സിൽ പറയും, അതാവേ ഞങ്ങളൊന്ന് സാക്ഷ്യം പറഞ്ഞേക്കാവേ. അത്രയ്ക്ക് വലിയ രീതിയിലാണ് നിന്നത്. പിന്നെയെന്ന് പറഞ്ഞാൽ അത് മാതാവിൻ്റെ കൃപയിലാണെന്ന് ഞങ്ങൾ ഇന്നും വിശ്വസിക്കുന്നത്. കാരണം വെച്ചാൽ അത്രയ്ക്കും ഇതിലാണ് നിന്നത്. പിന്നെ രണ്ടാമെന്ന് പറഞ്ഞാൽ നമുക്ക് വീടിൻ്റെ മെയിൻ്റെനൻസിന് വേണ്ടിയിട്ട് നമ്മൾ ലോണിന് ഒരുപാട് അപേക്ഷിച്ചുകൊണ്ടിരുന്നതായിരുന്നു. ഒരുപാട് വട്ടം നമ്മൾ പഞ്ചായത്തിലൊക്കെ കയറി ചോദിച്ചുകൊണ്ടൊക്കെ ഇരുന്നത്. അപ്പോൾ അവർ പറഞ്ഞത് നമുക്ക് പറ്റത്തില്ല, ഇപ്പോഴങ്ങനെ സാങ്ഷൻ ഒന്നും പറയത്തില്ല, വെറും നിർദ്ധരായിട്ടുള്ള ആൾക്കാർക്കേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ എന്തെങ്കിലും വലിയ രോഗങ്ങളുള്ള ആൾക്കാർക്കേ പറ്റത്തുള്ളൂ അങ്ങനെയൊക്കെ പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഒരു ലോണിൻ്റെ കാര്യം ഇങ്ങനെ നമ്മളിങ്ങനെ കേട്ട് അങ്ങനെ നമ്മൾ വില്ലേജിൽ തന്നെ ഇതാക്കിയപ്പോഴത്തേക്ക് അവർ പറഞ്ഞു നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്തോളാൻ പറഞ്ഞു. അത് നമ്മൾ ആപ്ലിക്കേഷൻ കൊണ്ട് ഇവിടെ കളക്ടറേറ്റിൽ കൊണ്ട് കൊടുക്കുക. അപ്പോൾ അവർ പറഞ്ഞു ഒരുപാട് വേഴുണ്ട്, പക്ഷേ നിങ്ങൾക്കിപ്പോൾ എന്താണ് വേണ്ടത്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇതാണക്ക് ഞങ്ങളെ കട്ടളകളും കാര്യങ്ങളും ഒക്കെ പോയിരിക്കുക. അപ്പം പറഞ്ഞു ഇതിനേക്കാളും വലിയ കുറേ പേര് വന്നിട്ടുണ്ട്, എന്തായാലും ഇതിനകത്ത് നോക്കാം എന്നുള്ള രീതിയിൽ അവർ വെച്ച്. പക്ഷേ നമുക്ക് ഇത്രയും പേരിനകത്ത് 10 പേർക്കും കണ്ടുള്ള ആ ലോൺ സാങ്ഷൻ ആവുന്നത്. അപ്പം നമുക്കതിനകത്ത് നിന്ന് അത് സാങ്ഷൻ ആവുകയും ചെയ്ത് നമുക്ക് ലോണിൻ്റെ പൈസ കിട്ടുകയും ചെയ്ത്. നമ്മളത് ഒട്ടും വിചാരിച്ച കാര്യമല്ല അത് കിട്ടുമെന്നുള്ള രീതിയിൽ. പിന്നെ ഞാൻ നഴ്സിംഗ് പഠിച്ച് ഇപ്പം കംപ്ലീറ്റ് ചെയ്തതാണ്. അപ്പം ഞാൻ നഴ്സിംഗിന് ഫസ്റ്റ് ഇയർ വരുന്ന സമയത്ത് ഇവിടെ വന്ന് അച്ഛൻ്റെ കയ്യിൽ നിന്ന് ബ്ലെസ്സിങ്സ് ഒക്കെ മേടിച്ച് അതേ കണക്ക് കാഷ് ട്യൂബൊക്കെ ആയിട്ടാണ് ഞാൻ എക്സാം ഹോളിലൊക്കെ പോകുന്നത്. അപ്പോൾ ക്ലാസ്സിലെ പിള്ളേരൊക്കെ പറയും നിനക്ക് ഇത്ര ഭയങ്കര വിശ്വാസമാണോ മാതാവിനെ, നമ്മൾ ക്രിസ്ത്യാനിയാണ്, ഞാൻ ക്രിസ്ത്യൻ കോളേജിലാണ് പഠിച്ചത്. അപ്പം പറഞ്ഞു നിനക്ക് ഇത്ര വിശ്വാസമാണോ, ഞങ്ങൾക്ക് ഇല്ലാത്ത വിശ്വാസമാണല്ലേ നിനക്ക് എന്നിങ്ങനെ പറയും. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഭയങ്കര വിശ്വാസമാണ്, ഇങ്ങനെ കൃപാസന മാതാവിനെ എനിക്ക് ഭയങ്കര വിശ്വാസം, ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു. എക്സാമിന് പോകുന്ന സമയത്തൊക്കെ ഞാൻ എൻ്റെ ചെയറിൻ്റെ താഴെയായിട്ട് കയ്യിൽ ഉപ്പ് കൊണ്ടുപോയിട്ട് അവിടെ ഇങ്ങനെ ഉപ്പിട്ട് പ്രാർത്ഥിക്കും. എന്നിട്ട് ഞാൻ മാതാവ് മാതാവേ ഇന്ന് വരുന്ന മിസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അടയാളം നീ ക്ലാസ് റൂമിൽ കാണിച്ചു തരാമെന്ന് പറയും. സൂക്ഷ്യം പോലെ ഇപ്പോൾ 4 എക്സാം ഉണ്ടെങ്കിൽ ആ 4 സമയത്ത് മിസ്മാർ വരുന്ന ഒരാൾ എന്തെങ്കിലും ചാരക്കളർ ഡ്രസ്സായിരിക്കും, അല്ലെങ്കിൽ ഒരാൾ നീലയായിരിക്കും, അല്ലെങ്കിൽ ഒരാൾ പച്ച സാരി ആയിരിക്കും. അങ്ങനെ എന്തെങ്കിലും ഈ 4 ദിവസം അതേ കണക്കായിരുന്നു മിസ്മാർ വന്നപ്പോൾ സാരിയുടെ കളർ മാറി. അപ്പോൾ നമ്മൾ വിചാരിക്കും അതേണക്ക് മാതാവ് വന്നിട്ടുണ്ട്, നീല സാരി കാണുമ്പോൾ നമ്മൾ മാതാവ് വന്നിട്ടുണ്ട്. അങ്ങനെ ലാസ്റ്റ് പരീക്ഷ ആയപ്പോൾ സമയത്ത് എൻ്റെ പ്രിൻസിപ്പളായിരുന്നു ഹോളിൽ നിന്ന്. അപ്പോൾ പ്രിൻസിപ്പൾ പറഞ്ഞു ഫാത്തിമ ഇവരെല്ലാവരും ക്രിസ്ത്യാനികൾ, അവർ ഉപ്പിട്ട് പ്രാർത്ഥിക്കുന്നത്, നീ എന്തിനെ ഉപ്പിട്ട് പ്രാർത്ഥിക്കുന്ന, നിനക്ക് ഇത്ര വിശ്വാസം. ഞാൻ പറഞ്ഞു അപ്പോൾ എൻ്റെ കയ്യിൽ കൊന്തയും കാശ് രൂപ ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാണെങ്കിൽ എനിക്ക് ഭയങ്കര വിശ്വാസമാണ് മാതാവിനെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു മാതാവ്. അപ്പം പറഞ്ഞു ജയിക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എൻ്റെ കൂടെ ഉള്ളതാണെങ്കിൽ എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യും, അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും കൊണ്ട് നടക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നിട്ട് ഞാൻ ഇങ്ങനെ മാഡത്തിൻ്റെ അടുത്ത് പറഞ്ഞു മാഡം നോക്കിയാൽ നമ്മളെ ക്ലാസ്സിലുള്ള ഞങ്ങൾ ഈ ഇരിക്കുന്ന എല്ലാവരും പാസ്സാവും എന്ന് പറഞ്ഞു. റിസൾട്ട് വന്നപ്പോൾ നമ്മളെല്ലാവരും പാസ്സായി.
നമ്മളെല്ലാവരും അത് ഭയങ്കര ഇതായിരുന്നു. അപ്പം നമ്മൾ അതിന് ശേഷം മാർക്ക് ലിസ്റ്റ് മേടിക്കാൻ ചെന്നപ്പോഴത്തേക്ക് മേഡം എൻ്റെ അടുത്ത് വെച്ചത്, നീ അന്ന് പറഞ്ഞ സത്യമായിരുന്നല്ലേ, നിങ്ങൾ ക്ലാസ്സിലെ എല്ലാവരും പാസ്സായല്ലേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതെനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു, ഞാൻ അതിനായിരുന്നു ഉപ്പിട്ട് പ്രാർത്ഥിച്ചത്, എനിക്ക് അത്രയ്ക്ക് വിശ്വാസം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മൾ പ്രാക്ടിക്കൽ സൈഡ് പോകുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയായി. പ്രൊസീജിയർ ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് കൈയൊക്കെ വിറയ്ക്കും. അങ്ങനെ ഞാൻ എപ്പോഴും ഇങ്ങനെ കാശ്രൂപം കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ബസ്സിൽ കമ്മ്യൂണിറ്റി പോസ്റ്റിങ്ങിന് വന്ന് ബസ്സിൽ ഇറങ്ങുന്ന സമയത്ത് ഞാൻ കാശ്രൂപം ഇങ്ങനെ മുറുക്കി പിടിച്ചുകൊണ്ട് ഇറങ്ങണം, അതാവേ പാവം മേഡം ആയിരിക്കണേ എന്നൊക്കെ പറഞ്ഞു. നമ്മൾ ഇറങ്ങിയ ഉടനെ സ്പോട്ടിൽ കുറേ ചാര കളർ പ്രാവ് ഇങ്ങനെ പറഞ്ഞു. എപ്പോഴും എനിക്ക് മനസ്സിലായി മാതാവിടെ ഉണ്ട്. അപ്പോൾ പിന്നെ എനിക്ക് കുഴപ്പമേ ഇല്ല. എന്നിട്ട് എനിക്കൊരു വീട് കിട്ടി. ആ വീടിൻ്റെ അകത്ത് മൊത്തം കൃപാസന മാതാവിൻ്റെ പടവും അങ്ങനെ അവർ ഭയങ്കരമായിട്ട് മാതാവിന് ഭയങ്കര വിശ്വാസം. അപ്പം ഞാൻ കാശ്രൂപത്തിൻ്റെ മറ്റേ കൊന്തിങ്ങനെ വെച്ച് അതിനകത്ത് കാശ്രൂപം കണ്ടപ്പോഴത്തേക്ക് ആ അമ്മ ചോദിച്ച്, ഇത് എന്താ മോള് ക്രിസ്ത്യാനി ആയിരുന്നല്ലേ? ഇപ്പം ഞാൻ പറഞ്ഞ ഞാൻ ക്രിസ്ത്യാനി അല്ല, ഞാൻ മുസ്ലിമാണ്. പക്ഷെ കണ്ടാൽ തോന്നില്ല, നിന്നെ കണ്ട ക്രിസ്ത്യാനിയായിട്ടേ തോന്നത്തോളം എന്ന് പറഞ്ഞു. ആ ആ വീട് മൊത്തം ഇവിടെ എല്ലാം നോക്കിയാലും മാതാവിൻ്റെ ഫോട്ടോകളാണ്. അപ്പം ഞാൻ ഇങ്ങനെ പറയാം, അതാവുണ്ട് ഇനിയിപ്പോൾ ഒരു കുഴപ്പമില്ല. അത് കണക്ക് തന്നെ മേഡം ഭയങ്കര ചൂടത്തി മേഡമായിരുന്നു വന്നത്, എക്സ്റ്റേണൽ മേഡം. എന്നിട്ട് അവർ എൻ്റെ അടുത്ത് മാത്രം ആ മേഡം ഞാൻ ചെയ്ത പ്രൊസീജിയറിന് ഞാൻ എന്തൊക്കെയോ മണ്ടത്തരങ്ങൾ കാണിച്ചു. പക്ഷേ അതെനിക്ക് മനസ്സിലായി ഞാൻ എന്തൊക്കെയോ മണ്ടത്തരങ്ങളാണ് കാണിക്കുന്നത്. പക്ഷേ അതൊന്നും അവർ മൈൻഡ് ചെയ്യാതെ അവർ വേറെ എന്തൊക്കെയോ കോള് വന്ന് പെട്ടെന്ന് അവരങ്ങ് പോയി. അപ്പോൾ ഞങ്ങൾ ഇന്റേണൽ മാഡം പറഞ്ഞു, നീ ചെയ്തത് മതി, അവർ കണ്ട് മതി എന്ന് പറഞ്ഞു. കാരണം ഞാൻ അധികം ഒന്നും ചെയ്തില്ല, ഞാൻ അത്രയ്ക്ക് പേടിച്ചാണ് നിന്നത്. അവർ ഞാൻ ഇങ്ങനെ വിചാരിക്കും മാതാവ് എന്തായാലും അത് ഞാൻ ചെയ്തത് തെറ്റങ്ങളും കണ്ടുപിടിച്ചാണെങ്കിൽ ഇപ്പം ഞാൻ തീർന്നേനെ. അങ്ങനെ എനിക്കത് ഭയങ്കര അനുഗ്രഹമായിരുന്നു. മാതാവ് എൻ്റെ കൂടെയുള്ള രീതിയിലായിരുന്നു എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ നമ്മൾ കാരുണ്യ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഉമ്മ ഇവിടെ എപ്പോൾ വന്നാലും ഒരു 300 രൂപയ്ക്കോ 500 രൂപയ്ക്കോ പത്രം മേടിക്കും. പത്രം മേടിച്ച് ഉമ്മ ആണെങ്കിൽ വീട് തോറും പത്രങ്ങൾ ഒന്ന് കൊടുത്ത് ആളടുത്ത് ഇങ്ങനെ പറയുക കണക്ക് മാതാവിൻ്റെ അടുത്ത് പോകണം, മാതാവ് ഭയങ്കര അത്ഭുതമുള്ള മാതാവാന്നൊക്കെ പറഞ്ഞ് ഉമ്മ ഇങ്ങനെ പ്രാർത്ഥിച്ച് പത്രങ്ങൾ കൊടുക്കും. നമ്മൾ പ്രേക്ഷക പ്രവർത്തനം അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഇവിടുത്തെ അച്ഛൻ്റെ ടോക്ക് എപ്പോഴും ഉമ്മ ഒരാഴ്ചയിൽ ഒരു ദിവസം പോലും മുടങ്ങത്തില്ല. അതെല്ലാം കണ്ട് ഷെയർ ചെയ്തു നമ്മൾ കുറേ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കും. പിന്നെ നമ്മൾ ഫുഡ് ആദ്യമേ നമ്മൾ വീട്ടിൽ നിന്ന് വെച്ച് നമ്മൾ വീട്ടിൽ നിന്ന് കൊല്ലത്ത് കൊണ്ടുപോയി അവിടെയുള്ള ആൾക്കാർക്കൊക്കെ ആയിരുന്നു നമ്മൾ വിതരണം ചെയ്യുന്നത്. പിന്നെ എനിക്ക് കോളേജിലൊക്കെ പോയി തുടങ്ങിയപ്പോഴത്തേക്ക് ലീവൊന്നും ഇല്ലാതെ വന്നപ്പോഴത്തേക്ക് നമ്മൾ വീടിനടുത്ത് തന്നെ ഉണ്ട് സ്നേഹ അലമാര എന്ന് പറയുന്ന ഒരു ഫുഡൊക്കെ കൊണ്ടുവെക്കുന്ന ഒരു സ്ഥലം. അങ്ങനെ നമ്മൾ അവിടെ കൊണ്ടുവന്ന് എല്ലാ മാസവും ഫുഡ് കൊണ്ടുവെക്കും. അതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ പിന്നെ ചാരിറ്റബിൾ ഉണ്ട്, നമ്മൾ മയ്യനാട് ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ മാസവും നമ്മളെ ഇന്ന് മിച്ചം പിടിക്കുന്ന പൈസ നമ്മൾ ഇതാക്കി വെച്ചിട്ട് നമ്മൾ വർഷം തോറും അവിടെ നമ്മൾ പൈസ കൊടുക്കും, നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ നമ്മൾ കൊടുക്കും. പിന്നെ എല്ലാ മാതാവിൻ്റെ മധ്യസ്ഥയിൽ തിരുക്കുമാരൻ ചെയ്തതാണ് ഇപ്പോൾ 100% അതിനേക്കാളും കൂടുതൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഇനി ഈ ആൾക്കാർക്ക് മുന്നിൽ നിന്ന് എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റുള്ളതാണ് എൻ്റെ ആഗ്രഹം. 1000 നന്ദി മാതാവിനും കർത്താവിനും. എൻ്റെ മാതാവിനും എൻ്റെ സ്ത്രീകുമാരനും 1000 എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. എനിക്കൊരുപാട് കാര്യം എൻ്റെ മാതാവും തിരുമാരനോട് സാധിച്ചു തന്നിട്ടുണ്ട്. ഇപ്പോൾ മോള് പറഞ്ഞതൊന്നുമല്ല, ചെറിയ കാര്യങ്ങൾ ഒരുപാട്. ഞാൻ മാതാവിനെയും കർത്താവിനെയൊക്കെ പ്രാർത്ഥിച്ചു തുടങ്ങിയിട്ട് 23 വർഷമായി. പിന്നെ ഇവിടെ ഉടമ്പടിയുടെ അപ്പോൾ 6-7 വർഷമായി. അങ്ങനെ എല്ലാം കൊണ്ട് എനിക്ക് നല്ല വിശ്വാസവും ഉറപ്പോ എൻ്റെ കർത്താവ് എന്നെ കൈവിടത്തില്ല, എൻ്റെ മാതാവ് എന്നെ കൈവിടത്തില്ല. അതുകൊണ്ട് എനിക്ക് ഏത് സമയം ഇനിയും വന്ന് ഞാൻ സാക്ഷ്യം പറയും. ഇപ്പം ഞാൻ വീണ്ടും 6 നിയോഗങ്ങൾ വെച്ചിട്ടുണ്ട്. അത് നടത്തി തന്ന എൻ്റെ മാതാവിന് ഞാൻ വന്ന് സാക്ഷ്യം പറയും, എല്ലാം ചെയ്യും. കാരുണ്യപ്രവർത്തനവും എല്ലാം ഞാൻ ചെയ്യും. പത്രവും കൊണ്ട് ഇപ്പോഴും ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്, പത്രം കൊണ്ട് കൊടുക്കുകയും. തിരുകുമാരനും മാതാവിനും 1000 നന്ദി.